ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്നിവിടെ ട്രൈ ചെയ്തിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ് കേട്ടോ. ഫസ്റ്റ് ട്രൈ ആണ്, പക്ഷേ അത്യാവശ്യം സക്സസ് ആയി വന്നു കേട്ടോ. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ബട്ടർ ചൂടാക്കിയിട്ട് അതിൽ മൈദ 2-3 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതൊന്ന് നന്നായി വരുമ്പോൾ പിന്നെ പാൽ ഒഴിച്ചിട്ട് കട്ടിയില്ലാതെ കുറുക്കിയെടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായി ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. അതൊന്ന് മെൽറ്റാണ് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ സ്പൂണിൽ നമ്മൾ വിട്ട് വരണം, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഈ ബാറ്റർ വേണ്ടത്. എന്നിട്ട് ബട്ടർ തേച്ചൊരു പാത്രത്തേക്ക് വേണ്ടിയിട്ട് നമുക്കത് അങ്ങനെ ചൂടോടുകൂടി തന്നെ ഒന്ന് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ ചൂടാറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിന് വേണ്ട ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കാരമൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഷുഗർ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കാരമലൈസ് ചെയ്യാൻ വെക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്കൊരു സ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലങ്ങോട്ട് ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയെടുക്കാം കേട്ടോ. കട്ടിയില്ലാതെ ഇളക്കിയെടുത്തിട്ട് നമ്മൾ മുമ്പ് സെറ്റ് ചെയ്ത് വെച്ച ബാറ്ററിൻ്റെ മേലെ ഒഴിച്ചിട്ട് ചൂടാറിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കും ഒരു 3-4 മണിക്കൂർ. അപ്പോൾ എൻ്റെ കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്ലേറ്റിക്ക് കറക്റ്റായിട്ട് ഞാൻ സെർവ് ചെയ്യുന്ന ടൈമിൽ മക്കളുടെ കുറച്ച് തിരക്കൂടി പോയി, കാരണം സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി പോയിട്ടോ. കാണാനൊരു ലുക്കിലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. മൈദയും കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയില്ല, നല്ല ഇഷ്ടമായി, മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ ഇനി ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.